പ്രിയപ്പെട്ടവരെ, ഞാൻ CS അനീഷ് സംസാരിക്കാൻ പോകുന്നത് മിസ്സ എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ചാണ്. DYFയുടെ സംസ്ഥാന സമ്മേളന വേദി അവതരിപ്പിച്ച മിസ്സ എന്ന് പറയുന്ന നാടകം ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട്. ആ നാടകത്തെക്കുറിച്ചും അതിലെ അഭിനയത്തെക്കുറിച്ചും വലിയ ആക്ഷേപങ്ങളും എതിർപ്പുകളും മറ്റും സമൂഹത്തിൽ ഉയരുന്നുണ്ട്. സൈബറിടങ്ങളടക്കം ഉയരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ വസ്തുത അതൊന്നുമല്ല. കാരണം ഈ എതിർക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ആ അഭിനേത്രിയോ നാടകത്തെയോ എതിർക്കുന്നത്. കാരണം ആ നാടകം ഉയർത്തുന്ന ആശയത്തെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. തടവറയിലെ ഒരു പെൺശരീരം അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള പച്ചയായ ആവിഷ്കാരമാണ് ആ നാടകം വെളിവാക്കുന്നത്. ചരിത്ര വസ്തുതകൾ വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? ചരിത്രത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തവരാണ് ഈ ആക്ഷേപം ചൊരിയുന്നതും ഇത്തരത്തിൽ ഭയപ്പെടുന്നതും മറ്റും. കാരണം അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ സ്വച്ഛാധിപത്യമാണ് അടിയന്തരാവസ്ഥയുടെ ഒരു ഇര കൂടിയാണ് ആ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത്. ആ തടവറയിലെ വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും സ്ത്രീകളുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ച, ആ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച, അവർക്ക് വേണ്ടി നിലയുറപ്പിച്ച ഒരു മഹത്തായ വനിത, ഒരു ധീര വനിത, സ്നേഹലതാ റെഡ്ഡി എന്ന് പറയുന്ന ധീര വനിതയുടെ യഥാർത്ഥ കഥയാണ് ആ നാടകം വെളിവാക്കുന്നത്. സ്ത്രീകളുടെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി മുൻപന്തി നിന്നവരെ സ്ത്രീകളെല്ലാം ചേർന്ന് സ്നേഹ എന്ന സ്നേഹത്തോടെ വിളിക്കുകയുണ്ടായി. ആ ചരിത്ര വസ്തുതയാണ് വിളിച്ചു പറയുന്നത്. ആ ചരിത്രം വിളിച്ചു പറയുമ്പോൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കൃത്രിമമായ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ചരിത്ര വസ്തുതകൾ വിളിച്ചു പറയുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. ചരിത്രങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെതിരെ അപവാദ വാക്കുകൾ പറഞ്ഞുകൊണ്ടോ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടോ ഒരു കാര്യമില്ല. ചരിത്രം ഇന്നും സത്യമായി നിലനിൽക്കുന്നു. എത്ര പാഴ്മണം കൊണ്ട് മൂടിയാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും. ചരിത്ര സത്യമാണ്. ഒരു കാര്യം എടുത്തു തന്നെ പറയാം. സ്നേഹലതാ റെഡ്ഡി എന്ന് പറയുന്ന ധീര വനിത ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അടിയന്തരാവസ്ഥയുടെ ഒരു രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്ന ആ ഒരു രക്തതാരകം തന്നെയാണ് സ്നേഹലതാ റെഡ്ഡി. ആ സ്നേഹലതാ റെഡ്ഡിയുടെ യഥാർത്ഥ കഥയാണ് ആ നാടകത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് ചരിത്രത്തെക്കുറിച്ച് അല്പം പോലും ധാരണയില്ലാത്തവരാണ് ആക്ഷേപം ചൊരിയുന്നത്. അപ്പോൾ ചരിത്രങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടതിൽ നല്ല പ്രതികരണം നടത്തുവാനും നല്ല രീതിയിൽ പഠിക്കുവാനും സമയം കണ്ടെത്തണം. അല്ലാതെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഒരിക്കലും ചരിത്രങ്ങളെ മറയ്ക്കുവാൻ സാധിക്കത്തില്ല. കൃത്രിമ ചരിത്രങ്ങൾക്ക് അല്പായുസ്സേ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നു.